ഈ കുട്ടികളെന്താണ് ട്രെയിനിന് മുന്നിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നതെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഗീസണിലേക്കുള്ള യാത്രയിലിടയ്ക്ക് വെച്ച് ട്രെയിൻ ഫ്രീഡ്ബർഗ് എന്ന സ്റ്റേഷനിൽ വെച്ച് സ്റ്റക്കായി. കാരണം വേറൊന്നുമല്ല, ഹെവി സ്നോഫോൾ തന്നെ. പെട്ടെന്ന് ട്രെയിനിൽ നിന്ന് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. യു ഹാവ് എ ഗുഡ് ന്യൂസ് ആൻഡ് ബാഡ് ന്യൂസ്. The good news is that you can go outside to have some coffee, and the bad news is that we have some delays for about 3 hours. അതെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാനും മഞ്ഞിൽ കളിക്കാനും ഒക്കെ നല്ല രസമാണ്. പക്ഷേ അത് അവിടെ ജീവിക്കാനാണ് ഇത്തിരി ബുദ്ധിമുട്ട്. മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഇതാണ് ജർമ്മനിയിലെ അവസ്ഥ. ജർമ്മനിയിലെന്നല്ല, ഒട്ടുമിക്ക തണുപ്പ് രാജ്യങ്ങളിലും ഇതായിരിക്കും അവസ്ഥ. ട്രെയിൻ ഡിലേ ആവും, ചിലപ്പോൾ ട്രെയിനിലൊക്കെ വെച്ച് സ്റ്റക്കാവും, അങ്ങനെയുള്ള പ്രോബ്ലംസ്. 3 മണിക്കൂർ, വിലപ്പെട്ട 3 മണിക്കൂറാണ് നമുക്ക് നഷ്ടമാവുന്നത്. എന്തോ എനിക്കിപ്പോൾ ശീലമായതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് ഫുഡ് എടുത്തിരുന്നു, ഇൻ കേസ് ഡിലേ ആയാൽ കഴിക്കാനായിട്ട്. മനുഷ്യായുസ്സിലെ വിലപ്പെട്ട മണിക്കൂറുകളാണല്ലോ ഇങ്ങനെ ട്രെയിൻ